ചക്കവറ്റലിന്റെ തെറ്റ് നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ. ഇനി മുതൽ നാട്ടുകാർ ഭ്രാന്തരാണ്. അപ്പോൾ ഹലോ, വെൽക്കം ഉണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ ഈ ചക്കയെല്ലാം വെട്ടി വയ്ക്കുന്നത് എന്തിനാണെന്നറിയാവോ? 2-3 ദിവസത്തേക്ക് എനിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു അവധി ദിവസം നോക്കി വെട്ടി വെച്ചേക്കുക. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിൽ എടുക്കാമല്ലോ എന്ന് കരുതി ഒരു ചക്ക ഫുള്ള് ഞാൻ വെട്ടി തകർത്തുകൊണ്ടിരിക്കുക. ഓരോരോ സെക്ഷനായിട്ട് ചക്കക്കുരു, ചക്ക അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. സ്വന്തം പറമ്പിൽ തന്നെ പ്ലാവ് നിന്ന് അതിൽ ചക്ക തൂങ്ങിയാടിയിട്ട് ഞാൻ എടുത്ത് വെക്കാത്ത എന്താന്ന് പറഞ്ഞാൽ അത് പോയി വെട്ടണം, ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടാണ്. അതാലോചിക്കുന്നതുകൊണ്ട്, അല്ലാതെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പക്ഷെ ഭയങ്കര മൂടായിരുന്നു. ആ ചക്ക ഇന്ന് എന്തായാലും വെട്ടി വെച്ചേ പറ്റൂ. പുറത്ത് നല്ല മഴയും. ചക്കയൊക്കെ ഇങ്ങനെ കുഴച്ച് മീൻകറിയിൽ കുഴച്ച് ഇങ്ങനെ തിന്നുന്നത് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിവർത്തികേട് കൊണ്ട് ഞാൻ വെട്ടിപ്പോയി എടുത്തോണ്ട് വന്നതാണ്. അവസാനം പ്രാന്ത് കയറിയിട്ട് ഞാൻ ചവണി പോലും വെറുതെ വിട്ടിട്ടില്ല. ചവണിയെപ്പോലും ഞാൻ അതിനെ എടുത്ത് ഫ്രൈ ചെയ്യാനുള്ള പുറപ്പാടില്ല. കാര്യം ചക്ക ഫ്രൈ ചെയ്താൽ അത് തീർന്നു പോകുമല്ലോ. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വെള്ളം കയറി ആകെ അത് വഷളായിരിക്കും, അതിനകത്ത് വറുക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഇതൊന്ന് ചുമ്മാ പരീക്ഷിച്ച് നോക്കാന്ന് കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ സംഭവം സക്സസ് ആയിരുന്നു കേട്ടോ. അല്ലെങ്കിലും ഈ ചക്കയൊക്കെ വറുക്കാനാണെങ്കിൽ മഴ വെള്ളം കയറുന്നതിന് മുമ്പേ നമ്മൾ വറുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആകെ പിഞ്ഞാന്നും പറഞ്ഞിരിക്കും. നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. ഇനി യഥാർത്ഥ സംഭവത്തിലേക്ക് നമുക്ക് കടക്കാം. എന്നിട്ട് എണ്ണ ചൂടായോ എന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ചെറുങ്ങനെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചവണികളെല്ലാം പൊരിച്ച് തിന്നാം. ഓടിയോളൂ, നല്ല സാധനമാണ്. പിന്നെ ഓക്കെ, പിന്നെ നമ്മളതൊന്നും കളയത്തില്ല. ഇത് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഒരിക്കലും കളയത്തില്ല. പൊട്ടിത്തെറിക്കാതെ മാറിയില്ലോ. പൊട്ടിത്തെറിച്ചില്ല, ഞാൻ പറഞ്ഞ ഇതുപോലെ പെരുകിയൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ ആവുമെന്നോ എന്തോ ആവുമെന്നോ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്ത് നോക്കിയതാ. എന്തായാലും ദൈവം ചതിച്ചില്ല, എണ്ണ വേസ്റ്റ് ആയില്ല. കണ്ടപ്പോ തന്നെ മതിയായി. കളർ കുറച്ച് നേരം പുരട്ടി വെച്ചിരുന്നാലേ വരും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് വെക്കാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തുടരാം, ഇല്ലെങ്കിൽ നമുക്ക് ചക്കവറ്റലിന്റെ തെറ്റ്. വെള്ളമായി ഒഴിഞ്ഞവല്ല. അപ്പൊ നമ്മൾ ഇത് തിന്നപ്പോ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ബാക്കിയും കൂടെ ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ചേ മാം ഇത് ചക്കവറ്റലിന്റെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അമ്മ പറഞ്ഞില്ലേ അമ്മ ഉണ്ടാക്കിയിട്ടില്ലെന്നാ. അപ്പൊ പിന്നെ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ. അപ്പൊ ഞാൻ മേടിച്ച ഇത് വെറുതെ ചുമ്മാ ഉണ്ടാക്കുകയായിരിക്കും. ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിച്ചേക്കാം. മറ്റേത് മസാല കിട്ടും. ഏതിലാ ഇനി ഉണ്ടാക്കണം. ഇത് മതി, ഇനി ഉണ്ടാക്കണം. ഇതാണോ ഇഷ്ടപ്പെട്ടത്, ആ ചവണിയാണോ ഇഷ്ടപ്പെട്ടത്? രണ്ടിനും ഒരു ടേസ്റ്റ് ഉണ്ട്. ചവണിക്ക് കട്ടിയില്ല. ഇത് വേണമെങ്കിലുണ്ടല്ലോ മൈദാമാവിൽ മുക്കിയിട്ട് കൂടെ കുടിക്കണം. അതുകൊണ്ട് ചായ വെച്ചിട്ടുണ്ട്. ഏതു എണ്ണ? തിളച്ച എണ്ണയാ. അമ്മായിരിക്കേ ഞാൻ ഉണ്ടാക്കിക്കോളാം. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. സാധനം നല്ല സാധനം. ചക്കവറ്റലിന്റെ ടേസ്റ്റ്. ചക്ക നമുക്ക് അങ്ങനെ എടുക്കാനില്ലാത്തതുകൊണ്ട് നമുക്കിന്ന് ചക്ക ചവണി കൊണ്ടാണ് നമ്മളിന്ന് വറ്റല ഉണ്ടാക്കുന്നത്. മുഖത്ത് തെറിക്കും. മതി ഇനി അത്ര എണ്ണ. തിളച്ച എണ്ണയിലാണ് കളി. കുടിച്ചിട്ട് കളിച്ചോണം. ഒഴിക്കുമ്പോഴത്തേക്ക് പുറത്ത് തെറിക്കല്ലേ എണ്ണ. എന്നിട്ട് എവിടെ അവൻ എന്തോ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് അവന്റെ മൊബൈൽ പിടിച്ചോണ്ടിരിക്കുന്നു. അതെടുത്തു കഴിഞ്ഞു. ഇച്ചിരി എണ്ണ എടുത്ത എണ്ണയ്ക്ക് ഭയങ്കര വില. 300 കഴിയുമല്ലേ? 300 കഴിഞ്ഞ് എണ്ണ വില. ഇവിടെ നമുക്ക് അധികം കളിക്കാനില്ല. 400 കഴിഞ്ഞല്ലേ? 400 എന്തായിട്ട് ഇഷ്ടപ്പെട്ടില്ല.
അറിയത്തില്ലേ ചില അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ദാണ്ട് ഒരു തുള്ളി പിന്നോളെ കറുമുറ ചീനിയും മറ്റേ മുളകരച്ചെന്നും ഉണ്ടാകുന്നല്ലോ. ഇപ്പൊ എന്താ ചീനി പുഴുങ്ങിയതും മുളകരച്ചെന്നും തരാത്ത? മേടിക്കാം, മേടിച്ചിട്ടുണ്ടാകാം. ഇപ്പൊ ചക്ക സീസൺ അല്ലേ, ചീനി സീസൺ മാറിപ്പോയി. എന്നാലും മേടിച്ച് ഉണ്ടാക്കാം. ഈ കറി അധികം നിക്കണ്ട, മോനാന്നോ അന്നേരം അത് ബാക്കി? അപ്പൊ അത് നീയല്ലേ, അപ്പൊ ആളെ കിട്ടി. വേണ്ടോ എടുത്തോട്ടോ. തെറിക്കാനൊക്കെ ഇങ്ങനൊക്കെ വാരി നിവർന്ന് നിന്നുകൊണ്ടൊക്കെ എടുത്താൽ ദേഹത്ത് വന്ന് തെറിക്കും. ഇതിലിപ്പോ ഇടുന്നതിലിപ്പോ എന്ത് സന്തോഷമാണ് നിനക്ക് കിട്ടുന്നേ? നല്ലയാ, എണ്ണ തെറിക്കുമ്പോഴും നല്ലയാന്ന് പറയണേ. കയ്യിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇതിന്റെ ഒരു ഫോട്ടോ. നീ ഒരു ഷെഫാവുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. ഇത് വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇത്തിരി വിരളി വെപ്രാളം കൂടുതലാണ്. എടാ ചുമ്മാ ഒരു എണ്ണ വെച്ചുള്ള കളി നീയില്ലേ തെരുവിലൊക്കെ ആൾക്കാര് സ്ട്രീറ്റ് ഫുഡ് പാല് തെറിച്ച് കേട്ടോ. ഇനി ഇനി കളിക്കണ്ട, ഇനി എണ്ണ പുറത്തോട്ട് വീഴുവന്ന്. മതി മതി, ഓ ഇയാൾക്കെല്ലാം അറിയാം, ഇനി എടുത്താ മതി. സമ്മതിച്ച് ഇയാൾക്കെല്ലാം അറിയാവുന്നേ. എന്റെ പൊന്നു കുഞ്ഞെ, എണ്ണ തെറിക്കുവന്ന്. വേറുള്ളത് പോലല്ല, എണ്ണ തെറിച്ചാ ഭയങ്കരമായിട്ട് കൊള്ളുവേ. നീ ഇതെന്തോന്നാ വറക്കുന്നു? ഞാൻ വറക്കാം. തേങ്ങ വറക്കുന്ന പോലെ ഉണ്ടല്ലേ, അടിയിലൊന്നും പിടിക്കുന്നില്ലല്ലേ. എന്ത് വേണ്ടി കാണിക്കുന്നേ? നീ അങ്ങനെ അധികം രസിച്ചാലേ, രസിക്കാൻ പിന്നെ കയ്യും കാലും പൊള്ളിയതായിരിക്കും. കൈ ചൂടുണ്ടോ? കയ്യോ ചൂടാണ്. ഞാൻ എന്താണെന്നറിയാമോ, ചക്ക വറുക്കാന് ചക്ക വെള്ളം കയറി കേട്ടോ. പഴം തിന്നുന്നാണ് ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ ചവണി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കേൾക്കാൻ ഒരു പേരിനൊരു രസമില്ലെന്നേ ഉള്ളൂ, പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി കന്നാലികൾ പോലും നമ്മളെ പ്രാവും, കാര്യം ഇത് അവർക്കുള്ളതാണല്ലോ. അതുപോലും കിട്ടാനില്ലല്ലോ എന്ന് കരുതി അവർ നമ്മളെ പ്രാവും. ഒരിക്കൽ തിന്നാൽ പിന്നെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി തിന്നും. പക്ഷെ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്യാനൊന്നും കൊള്ളില്ല. അപ്പോഴുണ്ടാക്കി അപ്പോഴും തിന്നാനേ കൊള്ളാവൂ കേട്ടോ. അതങ്ങ് കഴിക്കലാക്കി കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞോ കണ്ടോ, മൊത്തത്തിൽ വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് തിന്നുന്നത്. അപ്പോൾ ഓക്കെ, ബായ്.